നമസ്കാരം. എല്ലാവർക്കും ലോങ് ഏഷ്യ ഗ്രൂപ്പിൽ സ്വാഗതം. ഞാൻ ഇന്ന് കുറച്ച് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാൻ വേണ്ടിയാണ് വീഡിയോ ഇടുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പോൾ ഞാൻ സൈറ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പോവാണ്. ഇങ്ങനെയാണ് സൈറ്റ് വരുന്നത്. അതിൻ്റെ ഇൻ്റർഫേസ് ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ സൈൻ ഇൻ ചെയ്യും. താഴെ തന്നെ നിങ്ങൾക്ക് ഈ സൈറ്റിന് താഴെ P2P എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ P2P എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ക്യാഷ് ആയിട്ട് വേണമെങ്കിലാണ് ആ P2P ഓപ്ഷൻ ഉള്ളത്. സപ്പോർട്ട് ഓപ്ഷൻ ഉണ്ട്. സപ്പോർട്ട് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സപ്പോർട്ടിൽ പോകുന്നുണ്ട്. ആൻഡ് മെയിൽ ഓപ്ഷൻ 3 ഓപ്ഷൻസ് ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. സൈൻ ഇൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഇവിടെ സൈൻ അപ്പ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിന് ആ റെഫർ ലിങ്ക് അടിക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യാതെ നിങ്ങളുടെ ആ വ്യക്തിയുടെ റെഫർ ലിങ്ക് വെച്ചോണം ചെയ്യാൻ വേണ്ടി ആ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ലോഗിൻ കയറുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് കാണുന്നത് സ്ക്രീന്. ഓക്കെ, കംപ്ലീറ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് കാണുന്ന 3 ഓപ്ഷൻ കാണാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് ടോട്ടൽ ബാലൻസ് കാണാൻ പറ്റും. നമ്മൾ എത്രയാണ് ഡോളർ ഇൻവെസ്റ്റ് ചെയ്ത് ഡീറ്റെയിൽസ് ഉണ്ടാവും. അതിൽ ഫസ്റ്റ് MT5 എന്ന് കാണുന്നത് നിങ്ങൾക്ക് വന്ന പ്രോഫിറ്റ് ആണ്. അതായത് ഡെയിലി വരുന്ന പ്രോഫിറ്റ് വരുന്ന സ്ഥലമാണ് MT5 സ്ഥലം. അത് 7.95 അവിടെ കിടപ്പുണ്ട്. ഇത്രയും ദിവസത്തെ പ്രോഫിറ്റ് ആണ്. ക്രെഡിറ്റ് ഉദ്ദേശിക്കുന്നത് പഴയ ആൾക്കാർക്കാണെങ്കിൽ പഴയ ആളുടെ എമൗണ്ടും പ്ലസ് പുതിയ ഇൻവെസ്റ്റ്മെന്റ് അവിടെ കയറിയിട്ടുണ്ട്. അങ്ങനെയാണ് ക്രെഡിറ്റിൽ കാണിക്കുന്നത്. വാലറ്റ് ഉദ്ദേശിക്കുന്നത് ഇതിൽ കമ്മീഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളാണ് വാലറ്റ് കാണിക്കുന്നത്. ഇന്ന് എനിക്ക് കമ്മീഷൻ വന്ന് $155 വന്നു. അത് ഞാൻ വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഓപ്ഷനിൽ കാണിച്ചത്. ഇനി താഴെ എത്ര ടീം എനിക്കുണ്ട് അതെല്ലാം വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ എൻ്റെ ഫസ്റ്റ് ഐ ഡി ആണ് 18612 എൻ്റെ ആദ്യത്തെ ഐ ഡി ആണ്. അവിടെ ക്രെഡിറ്റിലാണ് പോയേക്കുന്നത്. 550.46 ക്രെഡിറ്റിൽ പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ IDs ക്രിയേറ്റ് ചെയ്ത് ഇതിൽ തന്നെ ഒരു 5 ID ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ താഴെ ക്രിയേറ്റ് ചെയ്താണ് ഈ പുതിയ ID 3610707. അതിൽ നമ്മൾ $500 പുതിയതായിട്ട് പോയിട്ടുണ്ട്. ആൻഡ് പുതിയ പോയിട്ട് അതിൻ്റെ പ്രോഫിറ്റാണ് 7.95 ആയിട്ട് കിടക്കുന്നത്. ഇത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാം മൊത്തം ക്രെഡിറ്റിലാണ് ഒന്ന് കിടക്കുന്നത്. പക്ഷേ അതിൻ്റെ പ്രോഫിറ്റ് ഇവിടെ വന്നുകൊണ്ടിരിക്കും. ഇത് ക്ലിയർ ആയി വിശ്വസിക്കുന്നു. ഇനി താഴെ വരുമ്പോഴത്തേക്ക് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്തൊക്കെയാണ്? വിഡ്രോൽ വാലറ്റ് അഡ്രസ് ആഡ് ചെയ്യണം. അതെന്താണ്? USDT Pro ഉണ്ട്, TRC20 ആൻഡ് BP20 ഉണ്ട്. അപ്പോൾ ഞാൻ 2 ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ മാക്സിമം USDT Pro ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് എങ്ങനെ ആഡ് ചെയ്യണമെന്നും ജസ്റ്റ് കാണിച്ചു തരാം. മിനിമൈസ് ചെയ്യുക, നമ്മൾ ടോക്കൺ പോകേണ്ട ഓപ്ഷനിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് USDT Pro ഇവിടെ കാണാൻ പറ്റും. ഇത് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് റിസീവ് എന്ന ഓപ്ഷൻ ഉണ്ടാകും. ആ റിസീവ് ടച്ച് ചെയ്യുക. ഇങ്ങനത്തെ അഡ്രസ്സ് ഉണ്ടാകും. ഇത് കോപ്പി ചെയ്യുക. അതിനുശേഷം മിനിമൈസ് ചെയ്യുക. ബാക്ക് സൈഡിലോട്ട് വരിക. സൈഡ് ചെയ്തിട്ട് ഇവിടെ ഇപ്പോൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആഡ് ചെയ്യുമ്പോൾ ശേഷം സേവ് എന്ന ഓപ്ഷൻ ഉണ്ടാകും. സേവ് ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ 2FA അല്ലെങ്കിൽ ഒതൻറ്റിക്കേറ്ററിൽ ഒരു കോഡ് വരും. ആ കോഡ് വെച്ചിട്ട് വേണം ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടി. ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളോട് സേഫായി. ഇനി എന്ത് ചെയ്യണം? ഇതിന് ശേഷം വിഡ്രോൾ ഓപ്ഷനിൽ പോകണം. ഇവിടെ ടച്ച് ചെയ്യണം. നമ്മുടെ വിഡ്രോയിൽ എന്നുള്ള ഓപ്ഷൻ്റെ ഫണ്ടിൽ പോവുക. വിഡ്രോൾ ഓപ്ഷൻ ടച്ച് ചെയ്യണം. എന്നിട്ട് നമുക്ക് അവൈലബിലിറ്റി ഉള്ളതനുസരിച്ച് ട്രേഡ് അക്കൗണ്ട് ഇങ്ങനെയുണ്ട്, വാലറ്റ് ഇങ്ങനെയുണ്ട്. അപ്പോൾ രണ്ടിലും ചെക്ക് ചെയ്യണം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. മെത്തേഡ് BP20 വരത്തുള്ളൂ. അപ്പോൾ ഡീറ്റെയിൽസ് കുറച്ച് വെയിറ്റ് ചെയ്യുക. കേട്ടോ, ഡീറ്റെയിൽസ് വരും. മിനിമം $10 ആണ്. നോ ഫീസ്, ഒരു ഫീസും ചാർജ് ആകുന്നില്ല. ഓക്കെ, അതിൻ്റെ എമൗണ്ട് അടിക്കുക. എമൗണ്ട് ഒന്നുകൂടെ അടിക്കുക. ഒന്നുകൂടെ കൺഫർമേഷൻ അടിക്കുക. അതിനുശേഷം നമ്മുടെ അഡ്രസ് അവിടെ ഓൾറെഡി സേവ്ഡ് ആണ്. വേറെ ചെയ്യേണ്ട ആവശ്യമില്ല. ടൈപ്പ് ഹിയറിൽ വിഡ്രോവൽ ജസ്റ്റ് ഒരു മെസ്സേജ് എന്തെങ്കിലും മെസ്സേജ് അടിച്ചിട്ടാൽ മതി. ആൻഡ് ഐ എഗ്രിയുടെ ക്ലിക്ക് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് 2 കാര്യം വരും. ഒന്ന് നിങ്ങളുടെ മെയിലിൽ OTP വരും. അതുകൂടാതെ 2FA ദാറ്റ് ഇസ് ഒതൻറ്റിക്കേറ്ററിലും വരും. അത് കഴിഞ്ഞ ശേഷം കൺഫർമേഷൻ ആവും. അതിനുശേഷം എന്ത് ചെയ്യണം? മെയിലിൽ 3 ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് വിഡ്രോൾ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിപ്പോൾ ഇത്രയും വിഡ്രോ ആയിട്ടുണ്ടോ? ഇതെല്ലാം സക്സസ് ആയി കഴിഞ്ഞു. ഇപ്പോൾ പെൻഡിങ് ആണ്. കാലത്ത് കൊടുത്തത് ഇപ്പോഴും വന്നിട്ടില്ല. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഫർമേഷൻസ് ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഇൻഫർമേഷൻ. ഓക്കെ, ഈ വഴിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരാൾ ടോക്കൺ പവർ എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട വിധം ഇതാണ്. ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് എൻ്റെ മുമ്പത്തെ എല്ലാം വന്നു കഴിഞ്ഞു. ഉണ്ടോ? ഓരോ ദിവസം സക്സസ് വന്നിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റത്തെ ഒരു കാര്യം. ഓക്കെ, സോ ഇത് ഡിപ്പോസിറ്റ് ഇവിടെ സിമ്പിൾ ആക്കിയിട്ടുണ്ട്. ഡിപ്പോസിറ്റ് എന്താണ്? ഇപ്പോൾ ഒരാൾ പുതിയ ആൾക്കാർ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇപ്പോൾ ഓൾറെഡി ഡിപ്പോസിറ്റിൽ പോകണം. ഡിപ്പോസിറ്റിൽ പോയ ശേഷം ഇവിടെ 3 ഓപ്ഷൻസ് കാണുന്നുണ്ട്. BP20, USDT Pro BP20 ആൻഡ് USDT TRC20. അപ്പോൾ നമ്മളിപ്പോൾ USDT Pro ആണ് ഉണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇപ്പോൾ നിങ്ങളുടെ എമൗണ്ട് ഇങ്ങോട്ട് ആഡ് ചെയ്യണമെങ്കിൽ എമൗണ്ട് അവിടെ ടച്ച് ചെയ്യുക. $10 മിനിമം ചെയ്യാൻ പറ്റും. 10 അടിക്കുക, സെലക്ട് അടിക്കുക. ഏത് നമ്പറിലാണ് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു നമ്പർ സെലക്ട് ചെയ്യണം. ഓക്കെ, അതിൻ്റെ സബ്മിറ്റ് ഡിപ്പോസിറ്റ് ഓപ്ഷൻ ഉണ്ടാവും. സബ്മിറ്റ് ഡിപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ പ്രോസസ്സ് ആരംഭിക്കും. എന്താണ് പ്രോസസ്സ്? മെയിലിൽ നോക്കിയാൽ മതി.
15 മിനിറ്റ്സിൻ്റെ ടൈം കൊടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നിങ്ങൾ ടോക്കൺ പോക്കറ്റിൽ പോയിട്ടോ ട്രസ്റ്റ് വാലറ്റിൽ പോയിട്ടോ ഇത് ഇങ്ങോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യണം എന്ത് ചെയ്യണം? ഈ അഡ്രസ്സ് കോപ്പി ചെയ്യാം. കോപ്പി ശേഷം അല്ലെങ്കിൽ സ്കാനിങ് ഓപ്ഷൻ ഉണ്ട്, സ്കാനിങ് ചെയ്യാൻ പറ്റും. ഇവിടെ പെൻഡിങ് ആണ് കാണിക്കുന്നത്. ഇവിടെ മിനിമൈസ് ചെയ്യുക, നേരെ ടോക്കൺ പോക്കറ്റിൽ പോവുക, അവിടെ ടച്ച് ചെയ്യുക, ഇത് ബാക്ക് എടുക്കുക, ട്രാൻസ്ഫർ എന്നാണ് ഓപ്ഷൻ. നമ്മൾ ഒരാൾക്ക് അയക്കണമെങ്കിൽ ട്രാൻസ്ഫർ ആണ് ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്യാം. അതിൽ ഇവിടെ പേസ്റ്റ് ചെയ്യുക, ഐ ഡി പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്രയാണ് എമൗണ്ട് നമ്മൾ അടിച്ചത്? 10. അപ്പോൾ ഇവിടെ 10 അടിക്കുക, എന്നിട്ട് കൺഫേം കൊടുക്കുക. കൺഫേം ചെയ്യുമ്പോൾ കണ്ടിന്യൂ ഒഴിക്കും, കണ്ടിന്യൂ ടച്ച് ചെയ്യുക, കൺഫേം കൊടുക്കുക, അതിൻ്റെ ഇവിടെ ആഡ് ചെയ്യുക. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് ക്ലിയറായി, ഇവിടെ കംപ്ലീറ്റഡ് ആയി. കംപ്ലീറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ബാക്കിൽ പോയിട്ട് ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഈ പെൻഡിങ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കംപ്ലീറ്റ് എന്ന് കാണിക്കും. സ്റ്റാറ്റസ് ചെക്കിങ് വന്നുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റഡ് കണ്ടോ, ഇത്രയും സിമ്പിൾ ആക്കിയിട്ടുണ്ട് ഡിപ്പോസിറ്റ്. അപ്പോൾ കംപ്ലീറ്റ് ആകുമ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ $10 വന്നിട്ടുണ്ടാവും. ഓക്കെ, ഡാഷ്ബോർഡിൽ പോകുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ടോ 17 ആയി. ദാറ്റ് ഇസ് എൻ്റെ 10 കൂടെ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതുവഴിയാണ് നമുക്ക് ഒരു പുതിയ ജോയിനിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സംവിധാനം വരുന്നത്. ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതാണ് ആദ്യത്തെ ഫേസ്. ഓക്കെ, ഇത് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.